എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശ. നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ എന്നുള്ളത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കാലാകാലങ്ങളായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഭാരതത്തിൽ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ നാട് ഭരിക്കുന്നത് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ പിൻബലത്തോടും കൂടിയാണ്, അല്ലേ? അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായ നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും ഏകദേശം ഒരു 90% ആൾക്കാർക്ക് രാഷ്ട്രീയപരമായ ചായ്വുണ്ടാവും. അതിനിപ്പോൾ BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മറ്റിതര പാർട്ടികളായിക്കോട്ടെ, അല്ലേ? എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. എനിക്കുണ്ട് രാഷ്ട്രീയം, എനിക്കും വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ പാർട്ടിയോടുള്ള അനുഭവമുണ്ട്. രാഷ്ട്രീയ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് ഞാൻ ഇന്ന പാർട്ടിയാണ്, ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു, അല്ല എനിക്ക് ഈ നേതാവിനെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അത്രമാത്രം കുരുപെട്ടേണ്ട ആവശ്യം എന്താണ് നമ്മുടെ കേരളക്കാർക്ക്? ഇത് പ്രബുദ്ധത കൂടിപ്പോയതുകൊണ്ടാണോ ഈ കുരുപെട്ടലെന്ന് അറിയില്ല. ഇത് പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ 2 ദിവസമായിട്ട് ഭയങ്കരമായ ചർച്ചയായിരുന്നു റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചിട്ട്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ചെയ്തത് ഇത്രയേ ഉള്ളൂ, BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഫോട്ടോ, രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. അതിലൊരു ഹാർട്ട് ചിഹ്നം, പിന്നെ അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു ഹാൻഡിൻ്റെ ഇമോജിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിലാണ് പൊങ്കാല വന്നത്. നീ ചാണക സംഖ്യയാണ്, നീ ചാണകത്തിൽ ചവിട്ടു, നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, നിന്നെ ഞാൻ അൺഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അത്ര വലിയ കുറ്റകരമാണോ? അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലേ? അല്ലാതെ ഇനി കേരളത്തിൽ മാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ ഇട്ടാൽ മതി. അല്ലാണ്ട് നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ ഫോട്ടോ ഇടാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഒരു തിട്ടൂരുണ്ടോ കേരളത്തിൽ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. എന്തായാലും ഈ പ്രബുദ്ധത കൂടിയത് കൊണ്ട് തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമായിട്ടും ശക്തമായിട്ടും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു സംഖ്യയാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് മോദിനെയും അമിത്ഷാനെയും അതുപോലെ തന്നെ K. സുരേന്ദ്രനെയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഭാരതീയ ജനതാ പാർട്ടി ഇഷ്ടമാണ്. ഞാൻ സംഖ്യയാണ്, ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു ഞാനൊരു സംഖ്യയാണെന്ന്. ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ സംഖ്യപ്പട്ടം കിട്ടുന്നത് നിങ്ങളിങ്ങനെ എതിർക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷേപിക്കുമ്പോഴും അപമാനിക്കുമ്പോഴൊക്കെയാണ് ഒരു വ്യക്തി സംഖ്യയായി തീരുന്നത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതുവരെ രാഷ്ട്രീയമൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പമുള്ള ഒരു ഫോട്ടോ ഇട്ടു. അതുകൊണ്ടാണ് ഈ പ്രബുദ്ധ മലയാളികൾ ചൊടിക്കാൻ കാരണം, അല്ലേ? ഇങ്ങനെ ഭയങ്കര കുരുപൊട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ഭീഷണിയൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത്രയ്ക്ക് ഭീഷണിപ്പെടുത്താൻ മാത്രം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നിരോധിച്ചൊരു പാർട്ടിയാണോ? അല്ലെ സംഘപരിവാറിനെ നിരോധിച്ചിട്ടുണ്ടോ? RSSനെ നിരോധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നോക്ക്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് കേരളം മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 28 സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അതിൽ 24 സംസ്ഥാനം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. മറ്റേതെങ്കിലും പാർട്ടിയുണ്ടോ? സിംഹഭാവവും ഭരിക്കുന്നത് BJP ആണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്, NDA സർക്കാരാണ്. ഇപ്പോൾ 10 വർഷമായിട്ട് ഭരിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. അപ്പോൾ ആ ഒരു പാർട്ടീൻ്റെ ഒരു നേതാവിനെ, കേരളത്തിൻ്റെ ഒരു നേതാവിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രമാത്രം നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ മാത്രം എന്ത് തെറ്റാണ് റോബിൻ ചെയ്തത്? ഇനി അഥവാ ഇപ്പം റോബിൻ്റെ രാഷ്ട്രീയം വ്യക്തമായിട്ടും ശക്തമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സംഖ്യയാണ്, അഭിമാനത്തോടെ പറയുന്നു. ഇപ്പം ഭരിക്കുന്നില്ലെങ്കിൽ കൂടി നാളെ ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കും എന്ന് അദ്ദേഹവും പറയുന്നു. അദ്ദേഹത്തിന് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള ഒരു ചങ്കൂറ്റം കൊടുത്തത് ഇങ്ങനെ വിമർശിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന നിങ്ങൾ തന്നെയാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരെയും ഇങ്ങനെ അപമാനിച്ച്, ആക്ഷേപിച്ച്, അല്ലേ, ചീത്ത വിളിച്ച്, ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഓരോ വ്യക്തികളെ നിങ്ങൾ സംഖ്യകളാക്കും. അങ്ങനെ സംഖ്യകളായി ലാസ്റ്റ് കേരളം ഭരിക്കും. ഇതാണ് ഉണ്ടാവിടെ പോകുന്നത്. ഇപ്പോൾ അദ്ദേഹം ഈ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഷോപ്പിലേക്ക് വിളിച്ചിട്ട് ഏതോ ഒരു സൂടാപ്പി ഭീഷണിപ്പെടുത്തുന്ന പറയുന്നത്. അതിന് അദ്ദേഹം പേര് വെക്കണം. ഇതിൻ്റെ പേരെന്താണ്? പേര് പറയും എത്രയോടെ പറയുന്നുണ്ട്. അങ്ങനെ അത്രക്കും തൻ്റെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പേര് പറയണ്ടേ? ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇവിടുന്ന് വിളിക്കുന്നു,
നിങ്ങൾ ഇതിൽ എന്താ പറയുക ഈ BJP സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതാക്കും എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ വിളിച്ച് പറയുന്നതിനേക്കാൾ ഉചിതം റോബിനോട് വിളിച്ച് പറയുന്നതായിരുന്നില്ലേ? അതല്ലേ മാന്യത. പേരില്ല, ഊരില്ല, അഡ്രസ്സില്ല, വെറുതെ ഒരു ഫോൺ കോൾ. അതും ഈ റോബിൻ രാധാകൃഷ്ണൻ്റെ വൈഫിന് എന്താണോ നീയൊക്കെ നന്നാവാത്തത്? ഇത് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. എനിക്കൊരു വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ടോ? നിങ്ങളൊക്കെ ഓരോ രാഷ്ട്രീയത്തിൽ ഈ റോബിനെ എതിർക്കുന്നവർ പോലും ഓരോ രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിൻ്റെ കൊടിയും പിടിച്ച് നടക്കുന്നവരായിരിക്കും. ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പ്രതിഷേധ പ്രകടനങ്ങളിലും ഈങ്കില വിളിക്കുന്നവരായിരിക്കും. ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരാണ് വേറെ ഒരുത്തം വന്നിട്ട് ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നു, ഇന്ന രാഷ്ട്രീയ നേതാക്കളെ ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ ഹാരിളകിയിട്ട് തുള്ളിച്ചാടി വരുന്നത്. അതാണ് അതിശയം. നിങ്ങൾക്കാകോ റോബിന് പറ്റില്ല എന്നാണോ? ഞങ്ങൾ കമ്മികളും സൂടാപ്പികളും അതുപോലെ തന്നെ കൊങ്ങികളൊക്കെ ഇതൊക്കെ ചെയ്യും, സംഖ്യകൾക്ക് പാടില്ല എന്നാണോ? അങ്ങനെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടോ? എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓരോ വ്യക്തികൾക്കും അവരവർ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനും വിശ്വസിക്കാനും ആ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിനുള്ള റൈറ്റ്സ് നമുക്ക് ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട്. പിന്നെ ആരെയാണ് പേടിക്കേണ്ടത്? ഇല്ലെങ്കിൽ ഒരാൾ എനിക്ക് ഇന്ന പാർട്ടി ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയാണ്, എനിക്ക് ഭാരതീയ ജനതാ പാർട്ടി ഇഷ്ടമാണ്, BJP ഇഷ്ടമാണ്, സംഘപരിവാർ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവരെ ചീത്ത വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ചീത്ത വിളിക്കും? ചീത്ത വിളിച്ച് നിങ്ങൾ എവിടെ വരെ പോകും? ഇതൊക്കെ നമ്മുടെ പ്രബുദ്ധ മലയാളികൾക്ക് നല്ലതാണ് എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. മഹാമോശമാണ്. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും ഈ പറയുന്ന ഭീഷണിപ്പെടുത്തിയ വ്യക്തിക്കാവട്ടെ, ഇനി മോശമായിട്ട് കമൻ്റ് ഇട്ട വ്യക്തികൾക്കാവട്ടെ, എന്താ പറയുക, ചാണകസംഖി, ചാണകം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിളിക്കുന്നവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുണ്ട്, രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഈ റോബിനും നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു പൗരനാണ് മിസ്റ്റർ. അവർക്കും ഒരു അവരും ഈ 5 വർഷം കഴിയുമ്പോൾ വോട്ട് ചെയ്യാണ്ട് പോകുന്നതാണ്. അവർ വ്യക്തമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ രാഷ്ട്രീയ പാർട്ടിയെ വ്യക്തമായിട്ട് ഇപ്പോൾ അവർ പുറത്ത് കാണിച്ചു, ഇതാണ് എൻ്റെ പാർട്ടി, ഈ പാർട്ടിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഈ പാർട്ടി നേതാക്കളെ എനിക്കിഷ്ടമാണ്, നിങ്ങൾ എന്താണ് എന്നെ പേടിപ്പിക്കുകയാണോ, ഭീഷണിപ്പെടുത്തുവാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ശരിക്കും അതല്ല ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ഭീഷണിപ്പെടുത്തുവാണോ? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ആ പാർട്ടി എനിക്കിഷ്ടമാണ്, ആ പാർട്ടിയുടെ നേതാക്കൾ എനിക്കിഷ്ടമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഭീഷണിപ്പെടുത്തണോ? നാളെ തൊട്ട് നിങ്ങൾ ഇവിടെ സംഘപരിവാറിനും അതുപോലെ തന്നെ BJP പ്രവർത്തകരൊന്നും നടക്കാൻ വിടില്ലേ, പ്രവർത്തിക്കാൻ വിടില്ലേ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കേരളം ഈ വിമർശിക്കുന്ന ആൾക്കാർക്കൊക്കെ തീരെഴുതി കൊടുത്തോ? ഇവിടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംഘപരിവാറിനെ RSSനൊക്കെ ബാൻ ചെയ്തോ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? പിന്നെ ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നവർ അവരുടെ വ്യക്തിത്വം തുറന്ന് കാണിച്ചുകൊണ്ട് വരണം. അതല്ല മാന്യത, അതല്ല നമുക്കൊക്കെ സ്വീകരിക്കാൻ ഒരിടം. ഇപ്പം റോബിൻ രാധാകൃഷ്ണൻ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹം ശക്തമായും വ്യക്തമായും സുദൃഢമായിട്ടാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ ഭാരതീയ ജനതാ പാർട്ടി ഇഷ്ടപ്പെടുന്നു. അതിലാർക്കും പ്രശ്നമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇദ്ദേഹം ഈ ഭാരതീയ ജനതാ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നത്, അതിൻ്റെ നേതാക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെങ്കിലേ അങ്ങ് മാറിയിരുന്നു പോകുന്നു. വേറെന്താണ് പറയുക? നിങ്ങളിനി അദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ വിമർശിച്ചാലും, എന്തൊക്കെ ആക്ഷേപിച്ചാലും, എന്തൊക്കെ തെറി വിളിച്ചാലും, ഭീഷണിപ്പെടുത്തിയാലും അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നു, അഭിമാനത്തോടെ പറയുന്നു അദ്ദേഹം ഒരു സംഖ്യയാണെന്ന്. അങ്ങനെ വ്യക്തവും ശക്തവുമായിട്ട് പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തിലെ നമ്മുടെ ഭാരതത്തിൽ ഒരു പൗരനെ തളർത്താൻ നിങ്ങളീ വിമർശനങ്ങളോ ആക്ഷേപങ്ങളോ മതിയാവില്ല. ഇനിയും വ്യക്തമായ, ശക്തമായ, ദൃഢമായ അഭിപ്രായമുള്ള യുവതലമുറ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഓരോ അജണ്ടയും കേരളത്തിൽ നടക്കാണ്ട് പോകുന്നില്ല. എന്തൊക്കെയായാലും താനൊരു സംഖ്യയാണെന്ന് ആത്മാഭിമാനത്തോടെ പറയുന്ന, മോദിയെ ഇഷ്ടപ്പെടുന്ന, അമിത്ഷായെ ഇഷ്ടപ്പെടുന്ന, കെ സുരേന്ദ്രനെ ഇഷ്ടപ്പെടുന്ന, രാജീവ് ചന്ദ്രശേഖർ ഇഷ്ടപ്പെടുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എല്ലാവിധ ആശംസകളും. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ജയ് ഹിന്ദ്.